മാർച്ച് 29, അതായത് ഇന്നാണ് ഈ വർഷത്തെ ആദ്യത്തെ സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. മീനം രാശിയിൽ സൂര്യൻ പ്രവേശിച്ച് മീനത്തിലാണ് ഗ്രഹണം ആരംഭിക്കുന്നത്. ഇന്നേ ദിവസം ശനിയും മീനത്തിൽ സംക്രമണം ആരംഭിക്കുകയാണ്. സൂര്യൻ മീനത്തിൽ സംക്രമണം ആരംഭിക്കുന്നതോടെ തലവര തെളിയുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഇവരിൽ ഏപ്രിൽ തുടക്കത്തോടെ എല്ലാ ദുരിതങ്ങളും അവസാനിക്കും. സൗഭാഗ്യങ്ങൾ തേടിയെത്തും. സന്തോഷ നിമിഷം, സമൃദ്ധി എന്നിവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ഈ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാർ ഏതെല്ലാം എന്ന് നോക്കാം. രോഹിണി. രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ബിസിനസ്സിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. സൂര്യഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്ക് എന്നും ഒപ്പമുണ്ടായിരിക്കുന്നതാണ്. കഠിനാധ്വാനത്തിന് ശരിയായ ഫലം ലഭിക്കുന്നതാണ്. വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് അനവധി നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കർമ്മരംഗത്ത് ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് അവസരം ലഭിക്കുന്നതാണ്. പ്രയാസങ്ങൾ ഇവരിൽ നിന്നും അകലുന്നതാണ്. പ്രതീക്ഷിക്കാത്ത അംഗീകാരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. അനവധി നേട്ടങ്ങൾക്ക് പാത്രമാകാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. പുതിയ തൊഴിൽ ലഭിക്കാൻ യോഗമുണ്ടായിരിക്കും. വിദേശത്ത് തൊഴിൽ ചെയ്യാനും യോഗം രൂപപ്പെടുന്നതാണ്. പ്രണയ സാഫല്യത്താൽ വിവാഹം നടക്കാനും ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ടായിരിക്കുന്നതാണ്. മകീരം. കരിയറിൽ നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. മാനസിക വിഷമങ്ങൾ അകലുന്നതാണ്. സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. പുതിയ വസ്ത്രങ്ങൾ ലഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. സ്വർണം വാങ്ങാനും ലഭിക്കാനും ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ടായിരിക്കുന്നതാണ്. ബിസിനസ്സിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. പുതിയ പദ്ധതികൾ നേട്ടങ്ങൾ നൽകുന്നതാണ്. മുടങ്ങിക്കിടന്ന അനവധി കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ടായിരിക്കുന്നതാണ്. ഉത്രാടം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. ആഗ്രഹിച്ച അനവധി കാര്യങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. കരിയറിൽ വളർച്ച ഉണ്ടായിരിക്കുന്നതാണ്. നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും. പ്രയാസങ്ങൾ അകലും. പുതിയ വാഹനം വാങ്ങാൻ യോഗമുണ്ട്. കഷ്ടകാലം ഈ നക്ഷത്രക്കാരിൽ നിന്നും അകലുന്നതാണ്. ഇഷ്ടപ്പെട്ട ജോലിയിൽ പ്രവേശിക്കാനും അതിൽ പേരെടുക്കാനും ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. ദാമ്പത്യത്തിൽ സമാധാനവും കൈവരിക്കാൻ സാധിക്കും. ബിസിനസ് ആരംഭിക്കാൻ യോഗമുണ്ട്. തിരുവോണം. തിരുവോണം നക്ഷത്രക്കാരിൽ പ്രണയ സാഫല്യം ഉണ്ടായിരിക്കുന്നതാണ്. ആഗ്രഹിച്ചതെന്തും കൈക്കലാക്കാൻ ഇവർക്ക് യോഗമുണ്ട്. വിവാഹം നടക്കാൻ യോഗമുണ്ട്. ബിസിനസ്സിൽ നേട്ടങ്ങൾ സ്വന്തമാക്കും. സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ടായിരിക്കുന്നതാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ വളർച്ച ഇവർക്കുണ്ടായിരിക്കുന്നതാണ്. സാമ്പത്തിക പുരോഗതി നേട്ടങ്ങളിലേക്ക് ഇവരെ നയിക്കുന്നതാണ്. അവിട്ടം. സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കും. വിദേശവാസത്തിന് യോഗമുണ്ട്. ബിസിനസ്സിൽ നേട്ടങ്ങൾ കൊയ്യാൻ യോഗമുണ്ട്. മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പുതിയ ഭൂമി വാങ്ങാൻ സാധിക്കും. കൃഷിക്ക് പ്രാധാന്യം നൽകുന്നതാണ്. തൊഴിൽ മേഖലയിൽ പേരെടുക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ദാമ്പത്യം സന്തോഷകരമായിരിക്കും.